ഫ്രണ്ട്സ്, ഇന്ന് ഓപ്പൺ കിച്ചണിൽ നമുക്കൊരു ചെമ്മീനും പിടിയും ഉണ്ടാക്കാം. ട്രഡീഷണലായിട്ട് നമ്മൾ ചിക്കനും പിടിയും ബീഫും പിടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെമ്മീനും പിടിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. 2 മീഡിയം തക്കാളി തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം തൊലി കളഞ്ഞ് നല്ല പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. ഇത് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എടുക്കാം. 1 കപ്പ് അരിപ്പൊടി വേണം. ഇത് പിടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് വാട്ടിയാണ് നമ്മൾ പിടി ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ചെറിയ ഉള്ളി ഒരു 4 എണ്ണം, 1 ടീസ്പൂൺ വലിയ ജീരകം. ഈ കറിവേപ്പില ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് എങ്ങനെ പിടിയും ചെമ്മീനും ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന ഇതിലാണ് നമ്മൾ വാട്ടിയെടുക്കേണ്ടത്. നമ്മൾ നെയ്സ് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഇതിന് വാട്ടിയെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നൈസ് പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂട്ടി അങ്ങനെ കുഴച്ചെടുക്കാം. പെരുവിരൽ താഴ്ത്തി വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് പിടി ഉണ്ടാക്കാം. നമുക്ക് ഇതുപോലെ പിടി ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു ചെമ്മീൻ കുക്കായി വരുമ്പോൾ ഏകദേശം ഈ ഷേപ്പിലാവുമല്ലോ, അതുപോലെ നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പിടിയെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിക്ക് പുഴുങ്ങിയെടുക്കാം.
ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഓൾറെഡി വെന്ത പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ട്. ഇത് നമ്മൾ പിടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചെമ്മീനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഉള്ളി വഴണ്ടി കിട്ടിക്കോളും. ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി വെക്കാം. ചുവർ നന്നായിട്ട് മാറി വരണം. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു തിക്ക് ആയിട്ടുള്ളൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളുടെ പച്ചച്ചുവച്ച് ഒന്ന് മാറി കിട്ടണം. ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റ് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെമ്മീൻ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് മതിയാവും. ചെമ്മീൻ പെട്ടെന്ന് കുക്കായി വരും. നമ്മുടെ പിടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ചെമ്മീൻ്റെ ഗ്രേവി ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചെമ്മീൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പിടി ഇട്ട് കൊടുക്കാം.
മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ പിടിയിലേക്ക് ഈ മസാല ഒക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിലിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കട്ടട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീനും പിടിയും നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിടിയും ചെമ്മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിക്കാം. പിടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.